അതുപോലെയുള്ള വലിയ അനുഭവങ്ങളാലെ ദൈവാനുഭവങ്ങളാലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് വിശ്വാസ നിമ്നോന്നതങ്ങള്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കണ്ടില്ലേ, അത് ഇപ്പം ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, അതുപോലെ ബിന്ദു സുനിൻ്റെ വിശ്വാസം കണ്ടു. അപ്പോൾ ഇവർക്ക് ഇപ്പം ചില സമയത്ത് വിശ്വാസം ഇങ്ങനെ വേലിയേറ്റം പോലെ ഇങ്ങനെ ഉയർന്നു വരണ കാണാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ വിശ്വാസം താഴുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ എത്ര വിശ്വാസത്തിൽ ഉന്നതരാണെങ്കിലും ശരി, നമുക്ക് നല്ല ശക്തമായ രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ കലക്കമോ ഒക്കെ ഉണ്ടായാൽ നമ്മളെ വിശ്വാസം താഴുന്നില്ലെങ്കിലും വിശ്വാസം ഇങ്ങനെ പമ്മി നിൽക്കണ കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങൾ വിശ്വാസം കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. ഇപ്പം കർത്താവിനോട് അപ്പോസ്തലന്മാർ എന്താ പറയണത്? ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ, അല്ലേ? അവിശ്വാസം പരിഹരിക്കണമേ. അപ്പം അതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് പറയണത്. പക്ഷേ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരാഴ്ച അതിങ്ങനെ ഉയർന്നു വന്നാൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും, ഇപ്പം നിങ്ങളെ മുഖത്ത് നോക്കി നട്ടെടുത്ത് മുളക്കാത്തൊരു നോണ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞെന്ന് വിചാരിച്ചോ? വല്ല കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ കത്തൊക്കെ എഴുതത്തില്ലേ? ഇപ്പം കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കത്തൊക്കെ എഴുതും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ ചതിക്കണതായിരിക്കും, ഇല്ലേ? ചിലരൊക്കെ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് എതിരെ മകനെയൊക്കെ കത്തെഴുതണില്ലേ? അപ്പോൾ കത്തെഴുതിയിട്ട് അവൾ അങ്ങനെയാണ്, അവൾ എപ്പോഴും മൊബൈലാണ്, എപ്പോഴും രാത്രി പോകാൻ വിളിയാണ്, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. അവളെ പിഴച്ചവളാണെന്ന് പറയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നേ പറയത്തുള്ളൂ. മനസ്സിലായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഏഷണി പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. മരുമകളുടെ ജീവിതം തകർത്തതും മകളുടെ ജീവിതം തകർത്തതും അയൽവാസിയുടെ കല്യാണം മുടക്കിയത് നിങ്ങളുടെ ചരിത്രമാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നീ കണ്ണീരോടെ നിങ്ങൾ പ്രായശ്ചിത്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാരണം എത്രയോ പേര് കണ്ണീര് കുടിച്ച് നിങ്ങൾ തൽക്കാലം ജയിക്കാൻ ചെയ്തതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പ് ജയിക്കാൻ നോക്കണം. മനുഷ്യന്മാരുടെ മുമ്പ് ജയിച്ചിട്ട് കഥയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും, നമ്മളും ചാകും. പിന്നെ ആര് ജയിച്ച് ആര് തോറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അയൽവാസിയുടെ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തിൻ്റെ ജയിച്ചു, ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ചത്ത് അവരും ചത്ത്, തീർന്നില്ല പരിപാടി. അപ്പം അതോടുകൂടി ആര് ജയിച്ച് ആരെ തോറ്റെന്ന് അറിയാൻ പറ്റത്തില്ല. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കൈയടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ആ വാദ്യം പ്രതിയും ഈ മണ്ണിൽ മരിച്ചു വീഴും കുറച്ച് കഴിയുമ്പോൾ. ഒരാഴ്ച മുമ്പ് മരിക്കുമെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ള
ജഡികമായ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളില്ലേ, അതിനോട് ഗുഡ് ബൈ പറയണതാണ് ഉടമ്പടി പെട്ടെന്ന് കയറി കത്താൻ എളുപ്പം. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ആരുടെയെങ്കിലും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഇപ്പം കടക്കാരെന്നൊക്കെ പറയണത് ആരാണ്? മേടിച്ചിട്ട് കൊടുക്കത്തില്ലെന്നും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മേടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. നിങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ അകത്ത് പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുക്കുമ്പോൾ ഉടനെ നിലയം വിളിച്ച് മാതാവെ രക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണേ, എൻ്റെ ജീവിതം തീർന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കയ്യിരിപ്പ് വേറെ ആണല്ല. പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ അസൽ രൂപം വരുന്നുണ്ടല്ല, അതല്ലേ കുഴപ്പം. അത് കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് തിരുത്താം കൃത്യമായിട്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വശപ്പശകുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദൈവ പൈതലിനെ പോലെ വ്യാപരിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് പറയണത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു വീണ് പോയാൽ അവിടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാളും മോശമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൈയിരിപ്പ് ശരിയാണെന്ന് നോക്കണം. ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്ത ദൈവം? അപ്പം നിങ്ങളെ തിരിഞ്ഞു നോക്കണം. അതാണൊരു മാർഗം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തിരിഞ്ഞു നോക്കണം. എൻ്റെ കൈ വല്ല വഴിപ്പശു കൊണ്ടാ, ആരുടെയും ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടാ, ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാതെ വെച്ചിട്ടുണ്ടാ, ഉണ്ടായിട്ടും കൊടുക്കാതെ വെച്ചിട്ടുണ്ടാ, അതെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സൂത്രപ്പണി തരികിടപ്പരോട് കാണിച്ചിട്ടുണ്ടാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ തകർക്കണമേ. തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് നീ സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. അനുദപിക്കാൻ കൃപയേകണമേ, അനുതാപം നൽകണമേ, അനുദപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾ നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത്. കാര്യം വിശ്വാസം എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ചില ആൾക്കാർ വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഈ ആഴ്ചയിലൊരു 50 പോയിൻ്റ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച 40 പോയിൻ്റൊക്കെ താഴുവത്. മനസ്സിലായ? വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ വിശ്വാസത്തിന് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനും കയറ്റി വീഴാനുള്ള ഒരു മാർഗമെന്ന് പറയണത് ഇപ്പം നമുക്കറിയാമില്ലേ, വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം. എന്താ കാര്യം? അത് പക്ഷേ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അതായത് 3 കാര്യം. ഒന്ന് നമ്മൾ പറയണ ഉടമ്പടി പറയുന്ന ഇതാണ്, അത് സൽപ്രവൃത്തികളാണ്. കാര്യം സൽപ്രവൃത്തിയുടെ പ്രശ്നം എന്തറിയാമോ? സൽപ്രവൃത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസം താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം. ഒന്ന് സൽപ്രവൃത്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇപ്പം എന്തുമാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ വിശ്വാസം താഴുക ഇല്ല.
ഇപ്പം നമ്മൾ തോബിത്ത് 12:12 എടുത്തേ. തോബിത്ത് 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. തോബിത്ത് 12:12. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. അതാണ് സംഭവം. അത് 12:13. തോബിത്ത് 12:13 എന്താ സംഭവം? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങി താന്നും കിടക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? തോബിത്ത് 12:13 ഒന്നിന് വായിച്ച്, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഈ മനുഷ്യരെ മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്. പെന്തക്കോസ്താ ദിവസം നല്ല വിഭവസമൃദ്ധമായ ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ്, നമ്മുടെ ആരുടെയെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മാവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരിച്ച ആൾക്കാരെ കുറിച്ചാണ് അവൻ പറയണത്. മരിച്ചുപോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞ്, പട്ടണത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാതെ, തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത്. നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറവ് ചെയ്യാനുള്ള കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യം എന്ത്? സൽപ്രവൃത്തികളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവസ്നേഹത്തോട് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ശ്രദ്ധിക്കട്ടെ. ഈ ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നണം. അവരുടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണരുത്. ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശ്വരനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂടത്തില്ലേ? വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കൂട്ടം കാണിക്കില്ല. കുപ്പിക്കൂട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ട്. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച്, ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയും അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക, വെളിവില്ലാതൊക്കെ പറയും. ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്.
ഉടനെ മകള് ആ ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെ എന്തൊക്കെ കുത്തിക്കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആള് കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് പല്ലാത്ത അവസ്ഥയെ. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അയാളെ എല്ലാ കുടുംബം നശിക്കാൻ പോകരുന്ന് പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച് രഹസ്യത്തിൽ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകരുന്ന്. അപ്പോഴുടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതുകൊണ്ട് കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമൻ അവസാനം പറയുന്ന ഒരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാ പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയണത്. ദൈവം നമ്മളെ വിട്ടുമാറത്തില്ല. നിൻ്റെ ഭർത്താവോ നീയോ നിൻ്റെ കുടുംബമോ നിൻ്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിട്ടിച്ച് കിടത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് 2 കൊരിന്ത്യർ 8:16 എടുത്ത് 2 കൊരിന്ത്യർ 8:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:16 നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നിനു വായിച്ചാൽ നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് തീത്തോസ് എന്താ ചെയ്തിരിക്കണത്? തീത്തോസ് ആദ്യം മക്കെദോനിയ സഭയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, തീത്തോസിലൂടെ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ ദൈവം നിങ്ങളെ വിശ്വാസം പോലെ കാരുണ്യ പ്രവൃത്തിയിലും വെച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. അതായത് 2 കൊരിന്ത്യർ 8:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:7 നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. അടുത്ത വരി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല, അത് യഥാർത്ഥമായിരിക്കണം. ഇപ്പം ഇവളെ സംബന്ധിച്ചത് എന്താണ്? അവൾക്ക് കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഉടമ്പടിയല്ലേ. ഇനിയിപ്പോൾ രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ അയ്യൽട്ടിന് തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഇസ് അതാണ് ആൾക്കാരുടെ ഇക്കണോമിക്. അതാണ്
ആൾക്കാർ സൽപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല, സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്. ദൈവമേ, ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ, വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ സാധാരണ പ്രശ്നം. അതായത് നിങ്ങളുടെ വിഷയമാണ്, അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല. സൽപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ്? അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമുക്ക് വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ഥലം വിറ്റ് മാറില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങളുടെ സ്ഥാവരജംഗ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവൃത്തി ചെയ്യണത്. നോ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവിക സൽപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്, അതായത് അത് പുറംപൂച്ചല്ല, മറിച്ച് എന്താണ്, തനി സ്വർണ്ണമാണ്, 916 ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത്. സൽപ്രവൃത്തിയായാലും ശരി, കാരുണ്യപ്രവൃത്തിയായാലും ശരി, സുവിശേഷ വേലയായാലും ശരി, പത്രം കൊടുപ്പിലായാലും ശരി, വേദപ്രചാരമായാലും ശരി, അതിന് പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പം യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സൽപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികളിലും വെളിവാക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി എൻ്റെ കാരുണ്യപ്രവൃത്തികളിലും കൃപാവര പ്രവർത്തനങ്ങളിലും അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതുകൊണ്ട് വിശ്വാസത്തിൽ വീണു പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിനൊരു കൊഴുപ്പുണ്ട്. എന്താണ് അത്? ഒരാഴ്ചയിൽ വളർന്നാൽ അടുത്ത ആഴ്ച തളരും. ഇതിന് കേവല സ്ഥിതി ഉണ്ടാക്കാനും വളരാൻ വേണ്ടി വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? തോബിത്തിൻ്റെ 12:13 പോലെ നീ സൽപ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും. ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. പക്ഷേ ദൈവവേദന അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വീണു പോകാതിരിക്കാൻ. ആദിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ 2 പത്രോസ്, ദാറ്റ് മീൻസ് 2 പത്രോസ് 1:10 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ വീണു പോയൊരു കക്ഷിയുണ്ട്. ആരാണത്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ വീണെങ്കിൽ പിന്നെ നമ്മൾ വീഴത്തില്ലേ? സ്നാപയോഹന്നാൻ വീണു പോയില്ലേ? എന്താണ് വീണു പോകാൻ കാര്യം? എന്താ പറയണത്? വരാതിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വരാതിരിക്കുന്ന നീ തന്നെയോ. അതായത് 7:19, ലുക്ക 7:19. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 7:19. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന്
കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. സ്നാപയോഹന്നാന്റെ വിശ്വാസത്തിൽ വീഴ്ച വന്ന കണ്ടില്ലേ? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് ഈ ഭാഗം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. യാക്കോബും യോഹന്നാനും. അത്രയും ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി. അതാ വരാതിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോഴും യേശുവിന് വേണമെങ്കിൽ സ്നാപയോഹന്നാനോട് പറയാമായിരുന്നു, നീ എന്തിനാ, നിനക്ക് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്ത് വായിച്ചാൽ പോരെ, ഞാൻ തന്നെയാണ് വരാതിരിക്കണമെന്ന് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? സ്നാപയോഹന്നാൻ വന്ന് യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. എന്താണ്? വരാതിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ? അപ്പോൾ യേശുവിന് പറയാമല്ലോ, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്, നീ എടുത്ത് വായിച്ചു നോക്കിയേ, നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം. പക്ഷെ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പിൽ വിലപ്പോകത്തില്ല. വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. വചനം അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞേനം വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞേനം. പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വിലപ്പോകത്തുള്ളൂ എന്ന് ഈശ്വരനും അറിയാം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ എന്ന സംശയരോഗിയോട് പറഞ്ഞു, സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? നീ വചനമൊന്നും വായിക്കണ്ട, വായിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് കാര്യം ഉണ്ടാകണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. അന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവേദലെ സംശയമുള്ളവർക്ക്, വചനം അറിയാത്തവർക്ക്, ദൈവമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത്. സംശയം വന്നുപോയവരുടെ മുമ്പിൽ പിന്നെ ബൈബിളല്ല വെളിച്ചം നൽകണത്. പിന്നെ ആരാണ്? അടയാളങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ്, ഇന്നവന് വിശ്വാസമില്ല. ഇനി അവന് വിശ്വാസമുണ്ടാക്കാൻ അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 7:22 അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇപ്പൊ സാക്ഷ്യത്തിന്റെ പ്രധാനം മനസ്സിലായില്ലേ? സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ അപ്പുറത്തെ സുവിശേഷം. സാക്ഷ്യമാണ് അന്തൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അറിയാത്തവർക്ക്, ബൈബിൾ ഇല്ലാത്തവർക്ക്, ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെ ഉള്ള പിടിവള്ളി എന്താണ്? സാക്ഷ്യമാണ്, അടയാളങ്ങളാണ്, കാണുന്നതും കേൾക്കുന്നതുമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കാൻ എന്നെ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന്. ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും യോഹന്നാന് ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്സഡ്. ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കാലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലെസ്സഡ്. നോട്ട് ബ്ലെസ്സഡ് എന്നല്ല, കേഴ്സ് ടു ക്രോസിൻ. കഫർനാമേ, നിനക്ക് ദുരിതം. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീദോനിലാണ് പ്രവർത്തിച്ചെങ്കിൽ എത്രയോ നേരത്തെ ചാക്കൊടുത്ത് തപസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിൻ്റെ ലോകാവസാനത്തിൽ നിൻ്റെ സ്ഥിതി
സോദോമിനേക്കാളും മോശമായിരിക്കും. തീയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞ സോദോമിനേക്കാളും മോശമായിരിക്കും അടയാളം കണ്ടിട്ടും വിശ്വസിക്കാത്ത അവിശ്വാസിയുടെ സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:13-14. ലൂക്ക 10:13-14. കൊറാസിൻ നിനക്ക് ദുരിതം, കൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത് വചനം നൽകണത് അനുദപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി. അവസാനം ഈശോ എന്നാ പറയണത്? അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാനും അറിഞ്ഞവർ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ. എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, അനുതാപത്തിലും ആത്മാഭിഷേകത്തിലും സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള ഒരു ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവർ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ എപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ് ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ, ടി വിയിൽ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ, അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുട്ടേ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവിടെ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി സ്തുതിച്ചിട്ട് അടിപ്പുറ പോലെ വൈദാഘാതം പോലെ ദൈവിക സത്യം നിന്നേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഭാഷാവർത്തം ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് ഇവിടെ നടന്ന 10,000 ആരാധന മാരക രോഗങ്ങള്, തിരവേദികള്, ജീവദുരിതങ്ങള് യേശുനാമത്തില് ഓടിപ്പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരുമിച്ച് എല്ലാവരും എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധ നൽകുന്ന അഭിഷേകം എന്താണെന്നറിയാവോ? ഈ ജനം എനിക്കറിയത്തില്ലെന്നാണ്.
ഈ ജനം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ, അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ, നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാര്യങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരണത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ, ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റപ്പെടെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, ജനത്തിന്റെ കണ്ണുനീര്, ലോകത്തിന്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശുവിന്റെ നാമത്തില്, യേശു നാമത്തില് ഈ നിമിഷം പറ്റി മാറട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കൈ നെഞ്ചത്തോട് ചേർത്ത് വെച്ച്, കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അകന്നുപോയ ഭാര്യ ഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മുഖം മനസ്സും മൂടിപ്പോയവർ, വശ്യം വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഒരു ഗതിയും പരുഗതിയും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത, വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവരെ, 10, 41 വയസ്സായവരെ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീടും വഴിയുമില്ലാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിലും മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും, അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാമെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചെയ്യാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ. അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും, അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും, അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിന്റെ ജീവിതത്തിൽ നിന്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഓ ദൈവമായ കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകൾ, വല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പൊ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറത്തിൽ യേശു
നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തില് നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിന്റെ സമാധാനത്തിന്റെ കൈകള് നിന്റെ ജീവിതത്തിന്മേൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കുപ്പിക്കൊണ്ട് മൗനമായി ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. അതിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ Ave Maria,